സ്ട്രക്ചർഡ് എൻവയോൺമെൻറ്റ് വളരെ അത്യാവശ്യമാണ്. നമ്മളിന്ന് സ്ട്രക്ചേർഡ് എൻവയോൺമെൻറ്റിനെ കളിയാക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. മറ്റത് ഫാഷനബിളാണ്. സ്ട്രക്ചേർഡ് എൻവയോൺമെൻ്റ് ഇല്ലാത്ത എൻവയോൺമെൻറ്റ് നോൺ ഹെയറാർക്കിക്കലാണ്. ഒരു ശ്രേണിയില്ല, അതുകൊണ്ട് അതിർവരമ്പുകളില്ല. അപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കുക, 6 7 കണക്ക് പഠിപ്പിച്ച് ടീച്ചറെ ആലോചിച്ചെങ്കിൽ അതിൽ ഗൗരവമുള്ള ടീച്ചർ ക്ലാസ്സിൽ മര്യാദയ്ക്ക് പഠിക്കും. സോ എൻവയോൺമെൻറ്റ് സ്ട്രക്ചേർഡ് ആകുമ്പോൾ നമ്മുടെ പഠന പ്രക്രിയ, ലേണിങ്, ബിഹേവിയറൽ ലേണിംഗ് ആവട്ടെ, അക്കാഡമിക് ലേണിംഗ് ആവട്ടെ, ഏതായാലും ആവട്ടെ, അത് കുറേ കൂടെ ബെറ്റർ ആവും ഡെഫിനറ്റ്ലി. ആ സ്ട്രക്ചേർഡ് എൻവയോൺമെൻറ്റ് നശിപ്പിക്കപ്പെട്ടു, ഇതിന് തിരിച്ചു വരാൻ പോകുന്നില്ല. ഈ ശ്രേണികളുള്ള കുടുംബത്ത്, അതായത് പണിഷ്മെൻ്റ് ഉള്ള വീടുകളല്ലേ അല്ല, വിതൗട്ട് പണിഷ്മെൻറ്റ് ഈ ശ്രേണികൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്ന സ്ട്രക്ചേർഡ് എൻവയോൺമെൻറ്റ് കുടുംബങ്ങളിൽ ഈ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് തന്നെ അവരുടെ ഡെവലപ്മെൻറ്റ് വളരെ വളരെ ബെറ്ററായിട്ട് മറ്റുള്ള ഓട്ടിസ്റ്റിക് കുട്ടികളെക്കാൾ ഉണ്ടാവുന്നുണ്ട്.